എല്ലാ വിദ്യാർത്ഥികൾക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഈ വർഷത്തെ കേരള SSLC പരീക്ഷാഫലം മറ്റന്നാൾ പ്രസിദ്ധീകരിക്കും. മെയ് 8 വിദ്യാഭ്യാസ മന്ത്രി വിദ്യാർത്ഥികളുടെ SSLC പരീക്ഷാഫലം പ്രഖ്യാപിക്കുന്നതായിരിക്കും. അപ്പോൾ പല വിദ്യാർത്ഥികളും ചോദിക്കുന്ന പ്രധാനപ്പെട്ട ഒരു സംശയമാണ് ഈ ഒരു SSLC പരീക്ഷ എഴുതുന്ന വിദ്യാർത്ഥികൾ തോൽക്കാൻ സാധ്യത ഉണ്ടോ എന്നുള്ളത്. അപ്പോൾ സാധാരണ കഴിഞ്ഞ വർഷത്തെ വിജയശതമാനം ഏകദേശം 99.99 സംതിങ് ആയിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ വിദ്യാർത്ഥികൾ ഒട്ടും പേടിക്കേണ്ട യാതൊരു ആവശ്യവുമില്ല. അതുപോലെ തന്നെ ഫുൾ A+ കിട്ടുമോ എന്നുള്ളത് ആലോചിച്ച് ടെൻഷൻ അടിക്കേണ്ട ആവശ്യമൊന്നുമില്ല. കാരണം പല വിദ്യാർത്ഥികളും ചിലപ്പോൾ A+ കിട്ടില്ല, അല്ലെങ്കിൽ അത് കിട്ടുമോ എന്നൊക്കെ ചിന്തിക്കുന്നവർക്ക് ഫുൾ A+ ഒക്കെയാണ് റിസൾട്ട് വരുന്ന സമയത്ത് ലഭിക്കാറുള്ളത്. അതുപോലെ തന്നെ A+ ഒന്നും കിട്ടില്ല എന്ന് കരുതുന്ന വിദ്യാർത്ഥികൾക്ക് പല സബ്ജക്റ്റുകൾക്കും A+ ലഭിച്ച സംഭവമൊക്കെ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കേണ്ടത്, നിങ്ങൾക്ക് ഈ ഒരു റിസൾട്ട് എന്ത് തന്നെയായാലും നിങ്ങൾ അത് ഹാപ്പി ആയിട്ട് സ്വീകരിക്കുക. അപ്പോൾ നിങ്ങൾ പ്രതീക്ഷിച്ച മാർക്കൊന്നും കിട്ടിയിട്ടില്ലെങ്കിൽ റീവാലുവേഷന് അപേക്ഷിക്കാവുന്നതാണ്. കാരണം നിങ്ങൾക്ക് A+ കിട്ടുമെന്ന് പ്രതീക്ഷയുണ്ടായിരുന്നെങ്കിൽ ആ ഒരു എക്സാമിന് നിങ്ങൾക്ക് നോക്കുമ്പോൾ നിങ്ങൾ പ്രതീക്ഷിച്ച മാർക്ക് നിങ്ങൾക്ക് ലഭിച്ചിട്ടില്ല എങ്കിൽ അപ്പോൾ നിങ്ങൾക്ക് ആ ഒരു പരീക്ഷയ്ക്ക് റീവാലുവേഷന് അപേക്ഷിക്കാം. റീവാലുവേഷൻ 400 രൂപയാണ് ഫീസ് വരിക. ആ ഒരു പൈസ അടച്ച് നിങ്ങൾക്ക് ഈ ഒരു 10% മാർക്ക് റീവാലുവേഷന് ശേഷം വർദ്ധിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് അടച്ച പൈസ തിരികെ കിട്ടും. അതുകൊണ്ട് തന്നെ വിദ്യാർത്ഥികൾ ഒട്ടും ടെൻഷൻ അടിക്കാതിരിക്കുക. അതുപോലെ തന്നെ ഈ ഒരു പരീക്ഷയിൽ നിങ്ങൾക്ക് മികച്ച സ്കോർ തന്നെ ലഭിക്കുന്നതായിരിക്കും. അതായത് സാധാരണഗതിയിൽ SSLC പേപ്പർ വാലുവേഷൻ ചെയ്യുന്ന ടീച്ചേഴ്സ് നിങ്ങൾക്ക് എത്രത്തോളം മാർക്ക് തരാൻ സാധിക്കുമോ അത്രത്തോളം മാർക്ക് നിങ്ങൾക്ക് തരുന്നതായിരിക്കും. അതായത് നിങ്ങൾ പ്രതീക്ഷിച്ചതിനേക്കാൾ ചിലപ്പോൾ മാർക്ക് ലഭിച്ചേക്കാം എന്നാണ് അതിനർത്ഥം. ഈ ഒരു വിദ്യാർത്ഥികൾക്ക് ടീച്ചേഴ്സ് എന്തുകൊണ്ടാണ് ഇങ്ങനെ മാർക്ക്, അതായത് നിങ്ങൾക്ക് തരാൻ സാധിക്കുന്ന എത്ര മാർക്കോളം തരാൻ സാധിക്കുമോ അത്രയും മാർക്ക് തരുന്നത് എന്നുള്ളത് പല വിദ്യാർത്ഥികൾക്കും ഡൗട്ട് ഉണ്ടാകുന്ന ഒരു പ്രധാനപ്പെട്ട സംശയമാണ്. അതായത് നിങ്ങൾ റീവാലുവേഷന് അപ്ലൈ ചെയ്ത് നിങ്ങൾക്ക് 10%ഓ അതിൽ കൂടുതലോ മാർക്ക് വർദ്ധിക്കുന്ന സമയത്ത് അത് വാലുവേഷൻ ചെയ്യുന്ന ടീച്ചേഴ്സിന് അതൊരു പ്രോബ്ലം ആയിരിക്കും. അപ്പോൾ അങ്ങനെ വരുന്ന സാഹചര്യത്തിൽ അങ്ങനെ വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ടീച്ചേഴ്സ് നിങ്ങൾക്ക് എത്രത്തോളം മാർക്ക് തരാൻ സാധിക്കുമോ അത്രത്തോളം മാർക്ക് നിങ്ങൾക്ക് തരുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ വിദ്യാർത്ഥികൾ പലരും പ്രതീക്ഷിച്ചതിനേക്കാൾ കൂടുതൽ മാർക്കായിരിക്കും ടീച്ചേഴ്സ് തന്നിട്ടുണ്ടാവുക. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾ ഒട്ടും പേടിക്കേണ്ട ആവശ്യമില്ല. അഥവാ നിങ്ങൾക്ക് A+ കിട്ടുമെന്ന് പ്രതീക്ഷിച്ച ഒരു സബ്ജക്റ്റിന് A ഗ്രേഡോ അല്ലെങ്കിൽ B+ ഒക്കെയാണ് കിട്ടിയതെങ്കിൽ നിങ്ങൾ റീവാലുവേഷനായിട്ട് അപേക്ഷിക്കുക. അഥവാ നിങ്ങൾക്ക് ഗ്രേഡ് ചേഞ്ച് വരികയാണെങ്കിൽ അത് നിങ്ങൾക്ക് കൂടുതൽ ഉപകാരപ്രദമായിരിക്കും. അതുകൊണ്ട് തന്നെ വിദ്യാർത്ഥികൾ ഒട്ടും ടെൻഷൻ അടിക്കേണ്ട യാതൊരുവിധ ആവശ്യവുമില്ല. കാരണം പല വിദ്യാർത്ഥികളും ജയിക്കുമോ അല്ലെങ്കിൽ ഫുൾ A+ കിട്ടുമോ, ഞാൻ ഫുൾ A+ കിട്ടുമെന്ന് പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നു, പക്ഷേങ്കിൽ ഫുൾ A+ കിട്ടുമോ എന്നുള്ള കാര്യം ഒക്കെ സംശയമാണെന്നൊക്കെ പറഞ്ഞുകൊണ്ട് പല വിദ്യാർത്ഥികളും ടെൻഷൻ അടിക്കുകയും പേടിക്കുകയും ചെയ്യുന്ന വിദ്യാർത്ഥികളുണ്ട്. അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് ഇതൊരു റിസൾട്ടാണ്. അതായത് ഈ ഒരു A+ കിട്ടി എന്നുള്ളത് കൊണ്ട് പ്രത്യേകിച്ച് നിങ്ങൾക്ക് അത് തുടർന്നുള്ള അഡ്മിഷനൊക്കെ ഉപകാരപ്രദമാണ്, അല്ലാതെ മറ്റ് പ്രത്യേകിച്ച് വല്ല കാര്യമൊന്നുമില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് ഈ ഒരു A+ അല്ല ജീവിതം. നിങ്ങൾ പല വിദ്യാർത്ഥികളും ഈ ഒരു A+ കിട്ടില്ല എന്നൊക്കെ കരുതി ടെൻഷനൊക്കെ ആവാറുണ്ട്. അപ്പോൾ അങ്ങനെയൊന്നും ടെൻഷൻ അടിക്കേണ്ട യാതൊരു ആവശ്യമില്ല. കാരണം നിങ്ങൾക്ക് എത്രത്തോളം മാർക്ക് തരാൻ സാധിക്കുമോ അത്രത്തോളം മാർക്ക് ടീച്ചേഴ്സ് നിങ്ങൾക്ക് തരും. അതുകൊണ്ട് തന്നെ നിങ്ങൾ ചിലപ്പോൾ A+ പ്രതീക്ഷിച്ചില്ല, അല്ലെങ്കിൽ നിങ്ങൾക്ക് A+ കിട്ടില്ല എന്നൊന്നും കരുതി ടെൻഷൻ അടിക്കേണ്ട യാതൊരു ആവശ്യമില്ല. അപ്പോൾ വിദ്യാർത്ഥികളുടെ റിസൾട്ട് മറ്റന്നാളാണ് പ്രസിദ്ധീകരിക്കുന്നത്. അതുകൊണ്ട് തന്നെ വിദ്യാർത്ഥികൾ ഹാപ്പി ആയിട്ടിരിക്കുക. അപ്പോൾ വിദ്യാർത്ഥികളുടെ റിസൾട്ട് നിങ്ങൾക്ക് പരീക്ഷാ ഭവൻ വെബ്സൈറ്റ് വഴി അറിയാൻ സാധിക്കുന്നതാണ്. അപ്പോൾ SSLC റിസൾട്ട് അറിയുന്നതിനായിട്ട് വിദ്യാർത്ഥികൾ sslc.exam.kerala.gov.in എന്ന വെബ്സൈറ്റ് വഴി നിങ്ങളുടെ റിസൾട്ട് അറിയാനായിട്ട് ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ THSLC റിസൾട്ട് അറിയുന്നതിനായിട്ട് THSLC.kerala.gov.in എന്ന വെബ്സൈറ്റ് വഴി വിദ്യാർത്ഥികൾ റിസൾട്ട് അറിയിക്കുക. അതുപോലെ തന്നെ SSLC HIയുടെ റിസൾട്ട് അറിയുന്നതിനായിട്ട് SSLC.hi.kerala.gov.in എന്ന വെബ്സൈറ്റ് വഴി നിങ്ങളുടെ റിസൾട്ട് നിങ്ങൾക്ക് ചെക്ക് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഈ ഒരു രീതിയിൽ നിങ്ങൾക്ക് നിങ്ങളുടെ റിസൾട്ട് പരീക്ഷാ ഭവൻ വഴി നിങ്ങൾക്ക് അറിയാൻ സാധിക്കും. റിസൾട്ട് വന്നു കഴിഞ്ഞാൽ ഇവിടെ പരീക്ഷാ ഭവൻ്റെ ഈ ഒരു വെബ്സൈറ്റിൽ നിങ്ങൾക്ക് റിസൾട്ട് അറിയാനുള്ള ലിങ്ക് നൽകും. അപ്പോൾ ആ ഒരു ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് നിങ്ങളുടെ ആ ഒരു 10ാം ക്ലാസ്സിലെ രജിസ്റ്റർ നമ്പറും ഡേറ്റ് ഓഫ് ബർത്തും നൽകിക്കൊണ്ട് നിങ്ങൾക്ക് നിങ്ങളുടെ റിസൾട്ട് അറിയാൻ സാധിക്കുന്നതാണ്. അപ്പോൾ നിങ്ങൾക്കിവിടെ ഫലം എന്നുള്ള ഭാഗം കാണാൻ സാധിക്കും. അത് ഇവിടെ ക്ലിക്ക് ചെയ്തുകൊണ്ട് ഇവിടെ നിങ്ങൾക്ക് നോക്കുന്ന സമയത്ത് റിസൾട്ട് വന്നു കഴിഞ്ഞാൽ ആ ഒരു റിസൾട്ടിൻ്റെ ആ ഒരു ലിങ്ക് ഇവിടെ നൽകുന്നതായിരിക്കും. അതുകൊണ്ട് തന്നെ വിദ്യാർത്ഥികൾ
നിങ്ങൾക്ക് ഈ ഒരു പ്രതീക്ഷിച്ച മാർക്ക് കിട്ടില്ല എന്നൊന്നും കരുതി ടെൻഷൻ അടിക്കേണ്ട യാതൊരു ആവശ്യവുമില്ല. കാരണം പല വിദ്യാർത്ഥികളും ടെൻഷൻ അടിക്കുന്നത് കൊണ്ടാണ് ഈ ഒരു കാര്യം നിങ്ങളോട് പ്രധാനമായിട്ടും സൂചിപ്പിക്കുന്നത്. അപ്പോൾ SSLC hi.exam.kerala.gov.in എന്നാണ് ഈ ഒരു SSLC HI വിദ്യാർത്ഥികളുടെ റിസൾട്ട് അറിയുന്നതിനായിട്ടുള്ള വെബ്സൈറ്റ്. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഉപകാരപ്രദമായിട്ടുണ്ടെന്ന് കരുതുന്നു. ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അതുപോലെ വിദ്യാർത്ഥികൾക്ക് പരീക്ഷാഭവൻ വെബ്സൈറ്റ് വഴിയോ അല്ലെങ്കിൽ SSLC exam.kerala.gov.in വെബ്സൈറ്റ് വഴിയോ നിങ്ങൾക്ക് നിങ്ങളുടെ SSLC റിസൾട്ട് അറിയാൻ സാധിക്കും. അതിനായിട്ട് നിങ്ങൾ നിങ്ങളുടെ SSLCയുടെ രജിസ്റ്റർ നമ്പറും ഡേറ്റ് ഓഫ് ബർത്തും മാത്രം നൽകി സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നിങ്ങളുടെ റിസൾട്ട് അറിയാം. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.